അങ്ങനെ നമ്മുടെ ഗോവിന്ദ് അലമാരിക്കുള്ളിൽ പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഗീതുവിനെ തപ്പി പോയിട്ട് പുള്ളിക്കാരൻ അലമാരിക്കകത്തായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദിനെ അലമാരിയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ആരെങ്കിലും വരുമോ? അത് പുള്ളിക്കാരൻ നേരം വെളുക്കുന്നത് വരെ അവിടെ തന്നെ കിടക്കോ? അതേ ഇനി രാധികാമ്മയുടെ മുന്നിൽ ചെന്ന് പെടുമോ എന്നൊക്കെ അറിയണ്ടേ? അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഭക്ഷണം കഴിക്കുകയാണ്. നമ്മുടെ രേഖ അവിടെ പിടിച്ചിരുത്തിയിട്ട് നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഗീതു ആണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. ഗീതു നേരെ ഗോവിന്ദനും കൂടിയുള്ള ഭക്ഷണം എടുത്തിട്ട് ഗോവിന്ദിൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. ഗോവിന്ദിൻ്റെ കണ്ണൊക്കെ കാണിച്ചുകൊണ്ടാണ് പുള്ളിക്കാരത്തി പോകുന്നത്. അങ്ങനെ കുറേ സമയം നിന്നിട്ട് പുള്ളിക്കാരനെ കാണുന്നില്ല. ഈ സമയത്ത് ഗോവിന്ദ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. രഞ്ജുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, രഞ്ജു ഗീതുവിനെ കണ്ടോ എന്നിങ്ങനെ നൈസിനങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ രഞ്ജു പറയണം, ഞാൻ കണ്ടില്ല, പക്ഷെ അവൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ടി വി കണ്ട് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞാണല്ലോ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് എന്ത് ചെയ്യേ? എനിക്കറിയില്ല ഗോവിന്ദേട്ടാ. അങ്ങനെ ഗോവിന്ദ് നേരെ മേലോട്ട് കയറി പോവുകയാണ്. പോയിട്ട് നേരെ അവിടെയൊക്കെ തപ്പാനായിട്ട് പോവുകയാണ്. പ്രിയമോളുടെ റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ ഡോറ് തുറന്ന് പുള്ളിക്കാരൻ ഡോറ് തുറന്നിട്ട് അതിനകത്തുണ്ടോ എന്ന് ഇങ്ങനെ നോക്കാനായിട്ട് മുറി തുറക്കുകയാണ്. നോക്കുമ്പോഴത്തേക്ക് കാഞ്ചന കയറി വരുന്നതാണ്. പെട്ടെന്ന് തന്നെ മുറി അടച്ചിട്ട് പുള്ളി തിരിയുമ്പോഴത്തേക്ക് കാഞ്ചന ചോദിക്കണേ, എന്നെ മാമ അവിടെ എന്ത് ചെയ്യുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണ തറയിലേക്ക് നോക്കുകയാണ്. എന്തോ നോക്കിയെടുക്കുന്ന രീതിയിൽ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, അയ്യോ അതെ എൻ്റെ സിം കാർഡ് തറയിൽ വീണിട്ട് കണ്ടില്ല, അത് നോക്കുകയാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ കാഞ്ചന പറയണേ, മാമ ഇരുട്ടത്ത് നിന്ന് നോക്കിയാൽ കിട്ടോ, ലൈറ്റ് ഇട്ടിട്ട് നോക്ക് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണേ, ഞാൻ എങ്ങനെയെങ്കിലും നോക്കിക്കോളാം, നീ നിൻ്റെ പാട്ടിന് പോ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ കാഞ്ചന പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ് വിചാരിക്കണേ, ഇനി രഞ്ജുവിൻ്റെ മുറിയിൽ കാണോ, ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് രഞ്ജുവിൻ്റെ മുറിയിൽ കയറുകയാണ്. എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഗീതുവില്ല. അങ്ങനെ ഗോവിന്ദ് ആലോചിക്കുകയാണ്, ഇനി പ്രിയയുടെ മുറിയിൽ തന്നെ മിക്കവാറും കാണും എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ് പ്രിയയുടെ മുറിയിൽ നോക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ടിരിക്കുകയാണ്. അതേസമയം ഗീതു ആണെങ്കിലുണ്ടല്ലോ, ചപ്പാത്തി എടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരത്തേക്ക് തിന്നാനും വയ്യ. 2 പേർക്കുള്ള ചപ്പാത്തി ഉണ്ട്, അത് കഴിക്കാനും പറ്റുന്നില്ല. ഗോവിന്ദ് ഇട്ടില്ലേം താനും. അങ്ങനെ ഈ കണ്ണേട്ട് ഇതെന്താ കാണാത്തതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഗീതു വാതിൽ തുറന്ന് നോക്കുകയാണ്. ഗോവിന്ദ് അവിടെ ഇങ്ങനെ നിൽപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് രാധികാമ്മ മുകളിലേക്ക് കയറി വരികയാണ്. പെട്ടെന്ന് തന്നെ ഗീതു വാതിലങ്ങ് ലോക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇനി എവിടെ പോയി ഒന്ന് ഒളിച്ചിരിക്കും, കണ്ടു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗീതു കട്ടിലിൻ്റെ അടിയിൽ നോക്കുകയാണ്. എന്നിട്ട് ഗീതു ആലോചിക്കുകയാണ്, എന്നെ ഇവിടെ വെച്ച് കണ്ടുപിടിച്ച ഒന്നാമത് വയറ് വെച്ചെന്നിട്ട് ഞാൻ ഈ ഭക്ഷണം എടുത്തുകൊണ്ട് ഇവിടെ വന്നതാണെന്നൊന്നും അവർ പറയില്ല. അവർ കണ്ടാൽ വിചാരിക്കും വേറെ എന്തിൻ്റെങ്കിലും വിശപ്പാണ് എനിക്കെന്നേ തോന്നുള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? കട്ടിലിൻ്റെ അടിയിൽ നോക്കുകയാണ്. നേരെ പോയി അലമാരിയൊക്കെ തുറന്ന് നോക്കുകയാണ്. അതിനകത്ത് അങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് തുറക്കാനായിട്ട് നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. എന്നാൽ അവിടെ അത്രയും അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം, എന്നിട്ട് എങ്ങും പോകാനായിട്ട് പറ്റുന്നില്ല. പെട്ടെന്ന് ഗീതു വാഷ്റൂമിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നേരെ നമ്മുടെ രാധികാമ്മ വരികയാണ്. രാധികാമ്മ വന്നിട്ട് കതവ് തുറന്നിട്ട് കണ്ണാ എന്ന് പറഞ്ഞിട്ട് കിടന്ന് വിളിക്കുകയാണ്. എന്നിട്ട് കണ്ണനെ ഒന്നും കാണാനില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ രാധികാമ്മ നോക്കുമ്പോൾ ഭക്ഷണം ഇരിക്കുകയാണ്. എന്താ ഇവിടെ, ഇതെന്താ ഭക്ഷണം ഇവിടെ എന്തിനാ കൊണ്ടുവച്ചത് എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ ഭക്ഷണം ഇങ്ങനെ കയ്യിലെടുക്കുകയാണ്. ചപ്പാത്തി പാത്രത്തോടു കൂടി എടുക്കുകയാണ്. ഇത്രയും ചപ്പാത്തിയോ? അതിന് കണ്ണ് താഴെ വെച്ച് ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? അയ്യോ പാവം, അവന് വയറ് വീത്ത് കാണില്ല, അവന് വയറ് ശരിക്കും വിശപ്പ് മാറി കാണില്ല പാവം എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ അത് അവിടെ തന്നെ അങ്ങ് വെച്ചിട്ട് വിളിക്കുകയാണ്, കണ്ണാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പം ഗീതു ഈശ്വരാ പെട്ടു, എങ്ങനെ വിളി കേൾക്കാനാണ് ഇനി? ഗോവിന്ദേട്ടൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യും ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ ഇരിക്കുകയാണ്. അവസാനം ഒരു രക്ഷയല്ലേ, രാധികാമ്മ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഗീതു എന്ത് ചെയ്തെന്നോ, വാഷ്റൂമിലുള്ള ആ പൈപ്പുകളൊക്കെ അങ്ങ് തുറന്നു വയ്ക്കുകയാണ്. എന്നിട്ട് വെള്ളം കോരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒഴിക്കുകയാണ്. അപ്പോൾ രാധികാമ്മ ചോദിക്കണേ, എന്താ കണ്ണാ, എന്തു പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കണേ, നിനക്ക് എന്താ പറ്റിയത്? അപ്പോൾ ഉടനെ ഗീതു എന്ത് ചെയ്യുന്നു, വാ നിറച്ച് കുറേ വെള്ളം അങ്ങ് കൊള്ളുകയാണ്. എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ രാധികാമ്മ ചോദിക്കണേ, കണ്ണാ നിനക്ക് വയ്യ, എന്താ ലൂസ് മോഷനാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ വീണ്ടും വാ നിറച്ച് വെള്ളം കൊണ്ടിട്ട് എന്നാക്കുകയാണ്. അപ്പോൾ രാധികാമ്മ പറയണം, അയ്യോ കണ്ണാ നീ സമാധാനമായിട്ടിരിക്കും മോനെ, നിനക്ക് വയറ്റിൽ പിടിച്ച് കാണില്ല കഴിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് രാധികാമ്മ അവിടെ തന്നെ ഇരിക്കുകയാണ്. കട്ടിലിൽ തന്നെ കയറിയിട്ട് ഇങ്ങനെ ഭൂതം കണക്കിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദാണെങ്കിലുണ്ടല്ലോ, മുറിയിൽ നിന്ന് ഗീതുവിനെ കാണാത്തതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ നോക്കുമ്പോൾ കയറി വരികയാണ്. നമ്മുടെ രേഖയും കാഞ്ചനയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് കാണുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഗോവിന്ദ് ഓടിപ്പോയിട്ട് അലമാരി തുറന്നിട്ട് അതിനകത്ത് കയറിയും ഒളിഞ്ഞിരിക്കുകയാണ്. അലമാരി അങ്ങ് അടച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ചുരുണ്ടുകൂടി കുഞ്ഞു കുട്ടികൾ ഇരിക്കുന്നവർക്ക് അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രേഖയും കാഞ്ചനയും കൂടി അങ്ങോട്ട് വന്നിട്ട് അവിടെ നിന്നിട്ട് അവിടെ ഇരിക്കുകയാണ്, കട്ടിലിൽ വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ രേഖ കാഞ്ചനയോട് ചോദിക്കുകയാണ്, പ്രിയമോളെ കണ്ടില്ലല്ലോ, പ്രിയ ഇതുവരെ ഇങ്ങ് വന്നില്ലല്ലോ എന്നൊക്കെ
ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുമ്പോഴത്തേക്ക് പറയണം, ആ പ്രിയപ്പാപ്പ കണ്ടില്ല, ഇനി വെള്ളം എടുക്കാൻ അങ്ങനെ താഴേക്ക് പോയോ എന്തോ കണ്ടില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ആ സമയത്ത് രേഖ പറയുകയാണ്, ആ എന്തായാലും എന്തായാലും ഗീതുവിനെയും കണ്ടില്ല, ഗീതുവിനെയും കുറേ നേരമായിട്ട് കാണുന്നില്ലെന്ന് രേഖ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കാഞ്ചന പറയണ, ഗീതു പാപ്പ കുറേ നാളായിട്ട് ഗോവിന്ദ മാമൻ്റെ പിറകെ നടക്കുകയാണ്, പക്ഷേ ഒരു രക്ഷയില്ല, നടന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രേഖ പറയുകയാണ്, നീ ഇത്തിയൊന്നും മിണ്ടാതിരിക്കേണ്ട കാഞ്ചനെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം രാധികാമ്മ അവിടെ ഭൂതം കണക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഗീതുവിനെ ഇടയ്ക്കിടയ്ക്ക് കണ്ണാന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗീതുവിന് വിളി കേൾക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ വായിൽ വെള്ളം നിറച്ചിട്ട് ഗ്ലിഗ്ലാന്ന് പറഞ്ഞിട്ട് ഗാർഗിൾ ചെയ്യുകയാണ് ഗീതു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ രാധികാമ്മ വിചാരിക്കുന്നത് ഗീതുവിന് അതായത് ഗോവിന്ദിന് ലൂസ് മോഷനായിട്ടിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി അവിടെ തന്നെ തപസ്സിരിക്കുകയാണ്, എങ്ങോട്ടും പോകുന്നില്ല. അങ്ങനെ ഗോവിന്ദാണെങ്കിൽ അലമാരിക്കുള്ളിലിരുന്നങ്ങ് വിയർക്കുകയാണ്. അപ്പോഴത്തേക്ക് രേഖയും കാഞ്ചനയും കൂടി പുറത്തേക്ക് പോവുകയാണ്. അവരിറങ്ങി പോകുന്ന ഗ്യാപ്പിന് ഗോവിന്ദ് പുറത്തിറങ്ങാനായിട്ട് അലമാരി തുറന്നു കാലൊക്കെ എടുത്ത് വെളിയിലിടുകയാണ്. നോക്കുമ്പോഴത്തേക്ക് പ്രിയമോള് കയറി വരികയാണ്. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ കാലൊക്കെ എടുത്ത് അകത്തിട്ട് ഡോർ അടച്ചിട്ട് വീണ്ടും അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ പ്രിയമോള് കൂടെ തന്നെ അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് കാഞ്ചനയും കൂടി കയറി വരികയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കാഞ്ചനയോട് പ്രിയമോള് ചോദിക്കുകയാണ്, ഗീതു ചേച്ചിയെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കാഞ്ചന പറയുകയാണ്, ഗീതു പാപ്പ മിക്കവാറും ഗോവിന്ദ മാമൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ടായിരിക്കും എന്ന് പറയാണ്. അങ്ങനൊന്നുമില്ല. അപ്പോൾ ഉടനെ കാഞ്ചന പറയാണ്, ഗീതു പാപ്പ കുറേ നാളുകൊണ്ടേ ഗോവിന്ദ മാമൻ്റെ വ്രതം മുടക്കാനായിട്ട് നടക്കുകയാണ്. ഗോവിന്ദ മാമൻ ആരാ, പെരിയ സന്യാസി എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഒന്നും അങ്ങോട്ട് ഏറ്റുന്നില്ല എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ പ്രിയമോള് പറയണേ, അങ്ങനൊന്നുമില്ല, ഗീതു ചേച്ചി മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഗോവിന്ദേട്ടനെ നിസ്സാരമായിട്ട് വളച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ, പക്ഷേ ഗീതു ചേച്ചിക്ക് അങ്ങനൊന്നുമില്ല എന്ന് പറയണം. അപ്പോൾ ഉടനെ കാഞ്ചന പറയണ, അങ്ങനെയൊന്നും അല്ലേ, അതൊക്കെ പ്രിയമോക്ക് വെറുതെ തോന്നുന്നതാണ്. ഗീതു പാപ്പാന്ന് വെച്ചാൽ പെരിയ വൈശാലിയാണെന്ന് പറയണം. വൈശാലിയാണ്, ഏതോ ഒരു സന്യാസിയുടെ വ്രതം മുടക്കാനായിട്ട് വൈശാലി ഇറങ്ങിയില്ലേ, പക്ഷേ അതുപോലെ ഗോവിന്ദ മാമൻ്റെ വ്രതം മുടക്കാനായിട്ട് വൈശാലിയായിട്ട് ഗീതുപാപ്പ ഇറങ്ങിയിരിക്കുകയാണെന്ന് പറയുന്നത് നമ്മുടെ കാഞ്ചന. അങ്ങനെ ഒരു സിനിമയുണ്ട് എന്നും കൂടി പറയാണ്. അങ്ങനെ ഒരു സിനിമയുണ്ട്, ആ സിനിമയിലെ പാട്ടാണ് കണ്ണ് തുറക്കടോ സാമി, അങ്ങനെ ഒരു പാട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് പ്രിയമോള് പറയണേ, കാഞ്ചനൊക്കെ വെറുതെ കൂട്ടി പറയുമൊന്നും വേണ്ട. അങ്ങനെ ഗീതു ചേച്ചി ഉണ്ടല്ലോ, ഗോവിന്ദേട്ടനെ വശീകരിക്കാനായിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ പണ്ടേ ഗോവിന്ദേട്ടൻ വീണാനെ. ഗോവിന്ദേട്ടനെ അത്രയ്ക്കുള്ള ആവിമ്പീറേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ അങ്ങ് ആയിപ്പോവുകയാണ്. എന്നിട്ട് പ്രിയമോള് പറയുകയാണ്, പ്രാരാബ്ധങ്ങളും ജീവിതത്തിലെ അലച്ചിലും പ്രാരാബ്ധവും കാരണം കല്യാണം കഴിക്കാൻ ഇത്തിരി താമസിച്ചെന്നേ ഉള്ളൂ, ഗോവിന്ദേട്ടൻ വളരെ നല്ല ക്ലിയർ ആയിട്ടുള്ള ആളാണെന്ന് പറയുകയാണ്. എന്നിട്ട് പ്രിയമോള് പറയുകയാണ്, കാഞ്ചനയൊക്കെ കണ്ടോ, കുറച്ച് നാളും കൂടി കഴിയുമ്പോഴുണ്ടല്ലോ അവർ തമ്മിൽ ഒന്നാവും, അവർക്ക് ഇവിടെ നിറയെ കുഞ്ഞുങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ അലമാരിയിലിരുന്നിട്ട് ഗോവിന്ദ് പറയണ, എന്നെ പിടിച്ച് അലമാരിയിൽ ഇരുത്തിയിട്ട് ഗീതുവിനെ വേറൊരു മുറിയിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കുഞ്ഞുണ്ടാവുന്നത് എന്നിങ്ങനെ പുള്ളിക്കാരൻ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരനാകെ വിയർത്ത് കുഴഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് രാധികാമ്മ അപ്പുറത്ത് കിടന്നാണെങ്കിൽ കാറി കൂവാണ്, കണ്ണാന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, മോനെ നിനക്ക് വയറുവേദന കുറവില്ലേടാ, ഇനി എനിക്ക് തോന്നുന്നത് ഗുളിക കഴിച്ചാലേ മാറുള്ളെന്ന്, എൻ്റെ കയ്യിലുണ്ട് ലൂസ് മോഷനുള്ള ഗുളികയുണ്ട്, ഞാനത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധികാമ്മ താഴേക്ക് പോവുകയാണ്. ആ ഒരു ഗ്യാപ്പ്, താഴേക്കല്ല രാധികാമ്മയുടെ മുറിയിലേക്ക് പോവുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ ഗീതു പെട്ടെന്ന് ചിന്തിക്കുകയാണ്, ഇപ്പം ഇവിടെ നിന്ന് പെട്ടതായി, അല്ലെങ്കിൽ മാനവും പോവും നാണവും പോവും, അതുകൊണ്ട് വിശപ്പാണെങ്കിൽ സഹിക്കാനും വയ്യ, എന്നാലും വേണ്ടൂല, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കടന്നേ പറ്റൂ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഗീതു നോക്കുകയാണ് രാധികാമ്മ പോയി എന്ന് വ്യക്തമാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗീതു മുറിവിട്ട് താഴേക്ക് ഒറ്റൊരു ഓട്ടം വെച്ച് കൊടുക്കുകയാണ്. നേരെ ചെന്ന് ഓടിക്കിതച്ച് ചെന്നിട്ട് നേരെ നമ്മുടെ രഞ്ജു ഇരിക്കുന്നതിനൊപ്പം ചെന്നങ്ങ് ഇരിക്കുകയാണ്. ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഗീതു ഒന്നും അറിഞ്ഞില്ല, ടി വിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അതേ സമയത്ത് നമ്മുടെ പ്രിയമോളും പ്രിയമോളും നമ്മുടെ കാഞ്ചനയും കൂടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവിടേക്ക് ആ മുറിയിലേക്ക് രേഖ വരികയാണ്. രേഖ വന്നിട്ട് പറയുകയാണ്, രേഖ വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ
പ്രിയമോള് പറയുകയാണ് നമ്മുടെ കാഞ്ചനയോട് പറയണം, കാഞ്ചനയൊക്കെ ഗീത ചേച്ചിയെ കണ്ടില്ലല്ലോ, എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്, ഉറക്കം വരുന്നു, കാഞ്ചനയൊക്കെ അലമാരിയിലിരിക്കുന്ന ഒരു പുതപ്പിങ്ങെടുക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പേടിച്ചയോ, പേടിച്ചത് തന്നെ എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ പേടിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കാഞ്ചന അലമാരിയുടെ ഡോറ് തുറക്കാനായിട്ട് ഇങ്ങനെ വന്ന് ഡോറിൽ പിടിക്കുമ്പോഴത്തേക്ക് രേഖ വന്നിട്ട് കാഞ്ചന എന്നിങ്ങനെ വിളിക്കുകയാണ്. കാഞ്ചനയൊക്കെ അന്ന് വിളിക്കുകയാണ്. കാഞ്ചന പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ പറയണേ, കാഞ്ചനെ നീ ആ ടെറസിൽ കിടക്കുന്ന തുണികളൊക്കെ പറക്കിക്കൊണ്ട് വാ എന്നിങ്ങനെ പറയണം. അപ്പോൾ കാഞ്ചന പറയണേ, ഇല്ലേ ഞാൻ രാത്രിയിൽ ടെറസിൽ പോവില്ല എന്ന് പറയണ്. അതെന്താ പോയാലേ, പോയി മര്യാദയ്ക്ക് പറക്കിക്കൊണ്ട് വാ. അയ്യോ രാത്രിയിൽ ഞാൻ പോവില്ല, ഗോവിന്ദ് മാമൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആവി അവിടെ അത്രയും കറങ്ങുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയാണ്, ഞാൻ ആവിയെ കാണില്ല, എനിക്ക് ആവിയെ പേടിയാണ്, ഞാൻ അതുകൊണ്ട് പോവില്ലെന്ന് പറയണം. അപ്പോൾ ഉടനെ രേഖ പറയണം, അങ്ങനെയാണെങ്കിൽ നീ പ്രിയമോളെയും കൂടി കൂട്ടിവിട്ട് പോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ പറയണം, അപ്പോൾ പ്രിയമോള് പറയണം, എന്നാൽ ഞാനും കൂടി വരാം എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ കാഞ്ചന പറയണം, ഗർഭിണി പെണ്ണുങ്ങൾ രാത്രിയിൽ പുറത്തിറങ്ങാൻ പാടില്ല, ആവി ബാധിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ പ്രിയ പറയണം, എനിക്കങ്ങനെ ആവിയൊന്നും പേടിയൊന്നുമില്ല, പിന്നെ ഉണ്ടെങ്കിലും എൻ്റെ അച്ഛൻ്റെ ആവിയല്ലേ, എൻ്റെ അച്ഛനെ എനിക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടുള്ളത് മുഴുവനും എൻ്റെ ഏട്ടനിലൂടെയാണ്, അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ആവിയെ എനിക്കൊരിക്കലും കാണാൻ പറ്റില്ല, കാരണം അച്ഛനെ ഇട്ട് ഞാൻ കാണുന്നത് എൻ്റെ ഏട്ടനെയാണ്, എൻ്റെ ഏട്ടൻ തന്നെയാണ് എനിക്ക് അച്ഛനും ഏട്ടനും എല്ലാം എൻ്റെ ഏട്ടനാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദിന് സന്തോഷമാവുകയാണ് അലമാരിക്കകത്തിരുന്നിട്ട്. അങ്ങനെ നമ്മുടെ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ പ്രിയമോള് പിന്നെ പോവാനായിട്ട് തുടങ്ങുമ്പോൾ രേഖ പറയണ, വേണ്ട പ്രിയേ, നീ ഗർഭിണിയാണെന്ന് ഞാൻ ഓർക്കാതെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഒരു കാര്യം ചെയ്, കാഞ്ചന മാത്രം പോയാൽ മതി എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ പ്രിയമോള് പറയണ, അല്ല ചേച്ചി, എനിക്ക് എൻ്റെ അച്ഛനെ നേരിട്ട് കണ്ടാലും എനിക്ക് ഒട്ടും പേടിയാവില്ല, കാരണം ഞാൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ അച്ഛനെ ഒന്ന് കാണാനായിട്ട്, ഏട്ടനുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു വിഷമം അറിയാതെ വളർന്നു എന്നുള്ളതേ ഉള്ളൂ, ഞാൻ കാഞ്ചനയൊക്കെ കൂടെ പോവാം എന്നും പറഞ്ഞിട്ട് പ്രിയമോള് കൂടെ പോവുകയാണ്, നമ്മുടെ കാഞ്ചനയുടെ കൂടെ പോവുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അത് രേഖ മനഃപൂർവ്വം നമ്മുടെ പ്രിയയെ കാഞ്ചനയ്ക്കൊപ്പം അയച്ചതാണ്, കാരണം ഗോവിന്ദിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഉടനെ ഗോവിന്ദ് പോയി കഴിഞ്ഞു, ഇനി ഈ തക്കത്തിന് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പെട്ടെന്ന്, എന്നിട്ട് രേഖയും പുറത്തേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാവരും പോയെന്ന് ഉറപ്പാവുകയാണ്. ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് അലമാരിയുടെ ഡോറ് തുറക്കുകയാണ്. കാലെടുത്ത് പുറത്തിട്ടിട്ട് നോക്കുമ്പോഴത്തേക്ക് രേഖ അകത്തേക്ക് കയറുകയാണ്. പെട്ടെന്ന് തന്നെ കാലെടുത്ത് അകത്തോട്ട് അങ്ങ് വയ്ക്കുകയാണ്, അലമാരിക്കകത്തോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ രേഖ അവിടെ നിന്നിട്ട് പറയണ, ഗോവിന്ദേട്ടാ ഞെട്ടണ്ട, എന്നെ കണ്ടിട്ട് ചമ്മയൊന്നും വേണ്ട, എനിക്കറിയായിരുന്നു ഗോവിന്ദേട്ടൻ അലമാരിക്കുള്ളിലുണ്ടെന്നുള്ള കാര്യം, ഗോവിന്ദേട്ടനെ അവരിൽ നിന്ന് രക്ഷിച്ചിട്ട് ഈ മുറിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വമാണ് കാഞ്ചനയെയും പ്രിയയെയും മുറിയിൽ നിന്ന് മാറ്റിയത് എന്ന് പറയണ്, ചമ്മയൊന്നും വേണ്ട, അതുകൊണ്ടെങ്കിൽ ഇറങ്ങി പോര് എന്നിങ്ങനെ പറയണ്. അങ്ങനെ പെട്ടെന്ന് ഗോവിന്ദ് എൻ്റെ മാനം പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ രേഖ പറയണ, രാധികാമ്മ വരുന്നതിന് മുമ്പ് വേഗം രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് രേഖ മുറിയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നിട്ട് നേരെ താഴേക്ക് വരികയാണ്. താഴേക്ക് വരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഗീതു അവിടെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗീതു രഞ്ജുവിനൊപ്പം അവിടെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഗോവിന്ദ് അവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ്, ഗീതുവിനെ തന്നെ നോക്കുകയാണ്. അവർ പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാധികാമ്മ നോക്കുമ്പോൾ ഗോവിന്ദ് താഴെ നിൽക്കുന്ന കാണുമ്പോൾ അങ്ങോട്ടേക്ക് ഗുളികയും വെള്ളവും കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയണം, മോനെ കണ്ണാ, ഈ ഗുളിക അങ്ങോട്ട് കഴിക്കുക, അപ്പം നിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറും, ഇപ്പം തന്നെ മാറും, പിന്നെ രാവിലെ ആകുമ്പോൾ എല്ലാം ഓക്കെ ആവും, ഇതങ്ങ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ ഗുളിക കൊടുക്കുകയാണ്. അപ്പോൾ ഗോവിന്ദിന് സംഭവം എന്തിനാണ് തന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. പക്ഷെ അമ്മ കൊടുത്തുകൊണ്ട് അങ്ങ് വാങ്ങിച്ച് കയ്യിൽ വെക്കുകയാണ്. അപ്പോൾ പറയണേ, കഴിക്കും മോനെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഗോവിന്ദ് പറയണം, അമ്മേ ഞാൻ മുറി കൊണ്ടുപോയിട്ട് കഴിച്ചാൽ പോരെ, അതെന്തെങ്കിലും ചെയ്തോ എന്നിങ്ങനെ പറയണം. അതാകുമ്പോൾ ഗുളിക കഴിച്ച ഉടനെ അങ്ങ് കിടക്കാമല്ലോ എന്നിങ്ങനെ പറയാണ് ഗോവിന്ദ്. അപ്പോൾ രാധികാമ്മ പറയണം, അത് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യ് എന്നിങ്ങനെ പറയണം. അതിനുശേഷം ഗോവിന്ദ് അവിടെ ഇരിക്കാനായിട്ട് ഭാവിക്കുകയാണ്. അപ്പോൾ രാധികാമ്മ പറയണം, രാധികാമ്മ നോക്കുമ്പോൾ ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്, രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം. അപ്പോൾ രാധികാമ്മ പറയണം, കണ്ണാ പോ, മുറിയിലേക്ക് പോ, സുഖമില്ലാത്തതല്ലേ, ഇവിടെ കിടന്ന് അങ്ങനെ ആരും ചുറ്റിക്കറങ്ങണ്ട എന്നിങ്ങനെ ഗീതുവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്. അപ്പോൾ ഗീതു ഉടനെ ഇങ്ങനെ രാധികാമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, ഓംബ്ര എന്നിങ്ങനെ ഗീതു പറയുകയാണ്. അങ്ങനെ രാധികാമ്മ ഗോവിന്ദനോട് പറയുമ്പോൾ ഗോവിന്ദ് എഴുന്നേൽക്കുകയാണ് അവിടെ നിന്ന്. എന്നിട്ട് ഗോവിന്ദന് ശരിക്കും നടന്ന് പോകാൻ വയ്യ, ഗീതുവിനെ തന്നെ നോക്കി പതുക്കെ ഇങ്ങനെ പോവുകയാണ് പുള്ളിക്കാരൻ. അപ്പോൾ രാധികാമ്മ പറയണേ, എന്താ കണ്ണാ, വേഗം ചെല്ല്, നിനക്ക് സുഖമില്ലാത്തതല്ലേ, ഈ മരുന്നും കഴിച്ചിട്ട് ഉടനെ കിടന്നുറങ്ങ് എന്നിങ്ങനെ പറയണം. അങ്ങനെ ഗോവിന്ദ് മെല്ലെ സ്റ്റെപ്പ് കയറുകയാണ്. സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ ഗീതുവിനെ നോക്കുകയാണ്, ഗീതുവും അതുപോലെ തന്നെ. എന്നിട്ട് ഗീതു ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് രാധികാമ്മയുടെ ദേഷ്യമുണ്ട്
നമ്മുടെ ഗീതുവിന്. അങ്ങനെ ഗോവിന്ദ് നേരെ മുറിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ്. പോയി കഴിയുമ്പോഴത്തേക്ക് ഗീതുവിന് ദേഷ്യം വന്നിട്ട് ഗീതു ചാടിത്തുള്ളി ഗീതുവിൻ്റെ മുറിയിലേക്ക് പോകാനായിട്ട് മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിട്ട് രേഖ നമ്മുടെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ രഞ്ജു ഇവിടെ നടക്കുന്നത്? എന്താ ഇവരുടെ പ്രശ്നം? എന്താ ഇവിടെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവർക്ക് തമ്മിൽ ഇഷ്ടമുണ്ട്, പക്ഷെ പിന്നെന്താ ഇങ്ങനെയൊക്കെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ രഞ്ജു പറയണം, എൻ്റെ രേഖച്ചി ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാലേ, പരസ്പരം സ്നേഹമുള്ള 2 പേര്, അവരുടെ മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട്. എന്നിട്ടുണ്ടല്ലോ ആ സ്നേഹം ഒരുപാട് കൂടിയപ്പോൾ അവർക്ക് ഒന്നാവണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ കാര്യങ്ങളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ രാധികാമ്മയുടെ മുന്നിൽ നിന്നും ഭാഗത്ത് നിന്നും ഇതൊന്നും അനുവദനീയമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാടകം കളിയും കള്ളത്തരങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ രേഖ പറയണേ, എന്തായാലും ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്ക് എന്തായാലും ഇത് അവരെ ഒരുമിപ്പിച്ചേ പറ്റൂ. അവരത്രയേറെ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവരെ ഒരുമിപ്പിച്ചേ പറ്റൂ. അതിന് എന്ത് വേണേലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്നിങ്ങനെ രേഖ പറയണം. അപ്പോൾ രഞ്ജു പറയണം, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഇന്നത്തെ രാത്രി മുഴുവന് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഉറങ്ങാതെ പ്രവർത്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ അവരെ ഒരുമിപ്പിക്കാൻ പറ്റും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേഖ പറയണം, ഞാൻ ഇന്നത്തെ രാത്രി എന്നല്ല, ഞാൻ ഇനി എത്ര ദിവസം വേണമെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഉറങ്ങാതെ എൻ്റെ പ്രിയപ്പെട്ട ഉറക്കം മാറ്റിവെക്കാൻ ഞാൻ റെഡിയാണ് എന്നിങ്ങനെ രേഖ പറയുകയാണ്. അങ്ങനെ രഞ്ജുവും രേഖയും ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെ എപ്പിസോഡ് കഴിയുകയാണ്. ഇനി നാളത്തെ എപ്പിസോഡിൽ അറിയാം അവർ അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നുള്ള കാര്യം, അവരുടെ നടന്നോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരുന്നത് വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഗീതാഗോവിന്ദം സീരിയൽ ഇഷ്ടമുള്ള എല്ലാവർക്കും, അതായത് ഗീതാഗോവിന്ദം സീരിയലിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഈ സീരിയലിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ അമർത്താൻ പ്രത്യേകിച്ച് മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ശുഭരാത്രി.